ശ്രീ ഡിജോ കാപ്പൻ, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ല എന്നതാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേക സമ്മർ താരിഫ് ആയിരിക്കും പരിഗണനയിലെന്ന് കരുതാമല്ലേ? ഹലോ ശ്രീ ഡിജോ കാപ്പൻ, കേൾക്കാമോ? ഹലോ, എന്നോടാണോ ചോദിച്ചാൽ ഞാൻ പറയട്ടെ? ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ അതിന്റെ പ്രവർത്തന ചെലവിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ വരുമാനത്തെക്കാൾ കൂടുതലാണ് അതിന്റെ പ്രവർത്തന ചെലവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാപനം നഷ്ടം വരും. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് അവരുടെ വരവിനേക്കാൾ കൂടുതലാണ് അവരുടെ ചെലവ്. ഈ ചെലവ് ഏതെല്ലാം ഇനത്തിലാണെന്ന് അവർ പറയുന്നില്ല. അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ശമ്പള ചെലവാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ അപകടം. അതായത് 2016-ലെയും 2021-ലെയും ശമ്പള പരിഷ്കരണമാണ് ബോർഡിനെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് ഗവൺമെന്റിന്റെ പെർമിഷൻ മേടിച്ചിരിക്കണമെന്നുണ്ട്. നാളിതുവരെയായിട്ട് അങ്ങനെയല്ല ബോർഡ് ചെയ്തിരിക്കുന്നത്. ബോർഡ് അവർക്ക് തോന്നുന്നത് പോലെ അവരുടെ ശമ്പളം പരിഷ്കരിക്കും. കേരളത്തിലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി കൂടുതൽ ശമ്പളമാണ് ഇന്ന് ബോർഡിന്. ആ ബാധ്യത ഇന്ന് കേരളത്തിലെ ഉപഭോക്താക്കളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കാനാണ് ഇവിടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് താപവൈദ്യുതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ 90% ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 10 പൈസ മുതൽ 40-45 പൈസ വരെ ഇവിടെ ചെലവാകുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ ലഭിക്കേണ്ടപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വൈദ്യുതി ചാർജ് ഇവിടെ ഈടാക്കുന്നതിന്റെ കാരണം ഇവിടുത്തെ അനാവശ്യ തസ്തികകളും ഉയർന്ന ശമ്പള നിരക്കുമാണ്. ഇന്ത്യയിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് താഴെ ആയിരിക്കുമ്പോൾ കേരളത്തിൽ അത് 3 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതിയാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 2 രൂപ ആ ഇനത്തിൽ തന്നെ കേരളം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോ റെഗുലേറ്ററി കമ്മീഷനോ തയ്യാറായാൽ കേരളത്തിൽ വൈദ്യുതി ചാർജ് ക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ ഇങ്ങനെയാണെങ്കിൽ? ശ്രീ ഡിജോ കാപ്പൻ, തെളിവെടുപ്പ് കഴിഞ്ഞു, അതിൽ എതിരഭിപ്രായങ്ങൾ വന്നിട്ടും ഇതേ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അല്ല, ഇതിനകത്ത് സമ്മർ താരിഫ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. സമ്മർ താരിഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അങ്ങനെ ഒരു താരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാതെ കേരളത്തിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക താരിഫ് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, മാഡം പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ ഇതേ INTUC-യുടെയും CITU-ന്റെയും ട്രേഡ് യൂണിയനുകൾ 90-95 കാലഘട്ടങ്ങളിൽ KSRTC-യിൽ ഇതുപോലെ ബലം പിടിച്ചതാണ് KSRTC ഇന്നത്തെ സ്ഥിതിയിലെത്തിയത്. അന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു, ഒരു ബസ്സിന് 12 ജീവനക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനം പൂട്ടിപ്പോകും, ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന്. ഇന്നിപ്പോ 7 ജീവനക്കാരായി KSRTC-യിൽ, എന്നിട്ടും ഇന്ന് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇന്നത്തെ ജീവനക്കാർ പണിയെടുത്തു, പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് ബാധ്യത ഇന്നത്തെ KSRTC-യുടെ അതേ സ്ഥിതി ബോർഡിലോട്ട് വരാൻ പോവാണ്. ഒരു കാര്യം ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരും ഇതിന്റെ ഭരണാധികാരികളും ഓർക്കണം, ഇന്ന് ആകെ പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ കൊടുക്കുന്ന വൈദ്യുതിയുടെ പേരിലാണ്. ഇന്ന് സോളാറിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈന 50 വർഷത്തെ ഗ്യാരണ്ടിയിലുള്ള ബാറ്ററി ഇറങ്ങുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ സോളാർ ബാറ്ററിയിലോട്ട് മാറും. സ്വാഭാവികമായിട്ടും പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർക്ക് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് ഉള്ള ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പം വൈദ്യുതി ബോർഡ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അവരുടെ ആനുകൂല്യങ്ങളിൽ മാത്രം പണ്ട് KSRTC-ക്കാർ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു KSRTC ആകാതെ KSEB നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറെയൊക്കെ വിട്ടുവീഴ്ചകളും അനാവശ്യ ചെലവുകളും ധൂർത്തും സമയബന്ധിതമായി ബോർഡിന്റെ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യണം. 10-18 കൊല്ലം കൊണ്ടാണ് 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതികൾ. അപ്പൊ ആ സമയത്ത് ആ പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി കിട്ടാതെയാകുന്നു. തീർച്ചയായും സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരണം എന്ന് പറയുന്നത് നടക്കുന്നേയില്ല. അത് 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അകത്ത് എന്ത് ചെയ്യുന്നു എന്നതുകൂടി ഒന്ന് നോക്കേണ്ടതാണല്ലേ ശ്രീ ഡിജോ കാപ്പൻ?
അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ഭൂതത്താൻകെട്ട് പദ്ധതിയൊക്കെ 18 വർഷമായി, 4 കൊല്ലം കൊണ്ട് നടക്കേണ്ടതാണ്. ആ വെള്ളം വെറുതെ ഒഴുകിപ്പോവാണ്. അത്രയും കാലം ഉണ്ടായിരുന്ന ആ സമയത്ത് കഴിഞ്ഞ 14 വർഷക്കാലം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വളരെ കുറഞ്ഞ ചെലവിലൂടെ ഉപഭോക്താക്കൾ കിട്ടിയാനെ അന്നത്തെ 4 ഇരട്ടി ഇൻവെസ്റ്റ്മെന്റും ആകുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും ബോർഡ് ശ്രദ്ധിക്കുന്നില്ല. എല്ലാത്തിനും പരിഹാരം എന്ന് പറയുന്നത് വൈദ്യുതി ചാർജ് കൂട്ടുകയാണെന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് ബോർഡിനെ ഭരിക്കുന്നവര് ഇരിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖം.